ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 39 പ്രഭാതം ദൈവത്തെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. മഹത്വപ്പെടുത്താൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നാളത്തെ ദിവസം 40 ദിവസമാണ്. ഇതുവരെ കരുതിയ ദൈവത്തെ ഈ നോമ്പിൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയുടെ തീർത്ഥാടന ദിവസം, അതിൻ്റെ അവസാന മണിക്കൂറുകളിൽ ദൈവം നടത്തിയതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ ആ സ്നേഹം, കരുതലാണ് ഇവിടം വരെ ദൈവം നമ്മളെ കൊണ്ട് എത്തിച്ചത്. ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദി പറയാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന 39 ദിവസത്തെ ധ്യാന വിഷയം ഹോസിയയുടെ പുസ്തകം 6 അധ്യായം അതിൻ്റെ 6 തിരുവചനമാണ്. ബൈബിൾ കയ്യിലെടുക്കാം, ചേർന്ന് വായിക്കാം. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. പലപ്പോഴും നമ്മൾ ഒരുപാട് വലിയ വലിയ നേർച്ചയും വഴിപാടും ഒക്കെ നടത്തുന്നവരാണ്. പക്ഷേ അതിനൊക്കെ ഉപരി ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹത്താൽ എന്നെയും ഞാനുമായി ബന്ധപ്പെട്ടവരെ നിറയ്ക്കണമേ എന്നുള്ള ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ ഒരു മന്ത്രമായി ആ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് അതൊരു അഭിഷേകമാക്കി, അസ്ഥികളിലും ഞരമ്പുകളിലും രക്തത്തിലും മാംസത്തിലും അതൊരു അഭിഷേകമാക്കി ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയ്ക്കണം. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അങ്ങനെ വചനം മാംസമായി മാറുന്ന ഒരു അനുഭവം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സഹ പ്രവർത്തകരോട് ദൈവസ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ദൈവികമായ ജ്ഞാനം നമ്മളിലേക്ക് രൂപാന്തരപ്പെടും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അതാണ് ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് വലിയ നോമ്പിൻ്റെ 2026 39 പ്രഭാതത്തിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കവിഞ്ഞ് അനേകരിലേക്ക് ആ സ്നേഹത്തിൻ്റെ ഉറവയായി അനേകർക്ക് ദാഹം തീർക്കുവാൻ നാം മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടലിൽ ജയ്മോനച്ചൻ.